റിവ്യൂ ആണോ? ഗൈസ്, ഞങ്ങളിപ്പോ ഇവിടെ വന്നേക്കുന്നത് മാനന്തവാടി കൂടൽക്കടവ് മീൻ പിടിക്കാൻ വന്നാണ്. ഇവിടെ നമ്മുടെ കൂടെ രവിയേട്ടൻ, സുരേഷ്, ഇവർ രണ്ടുപേരും ഇതിൻ്റെ എക്സ്പേർട്ടാണ്. നമ്മൾ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വന്നാണ്. ഇവിടെ കുറേ വാൽമാക്ര കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ കളയുവാണ്. അത്യാവശ്യം നല്ല മീനെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. ഈ ഒഴുക്കിൻ്റെ ഇടയിൽ വാൽമാക്ര എങ്ങനെ വരുന്നു എന്നാണ് അറിയാൻ പാടില്ലാത്തത്. അതൊരു പിലോപ്പിയുടെ ഒരു കുറച്ചും കൂടെ കിടപ്പുണ്ട്. ചാടിപ്പോവാ? ചാടാൻ സാധ്യതയുണ്ട്. അറിയില്ല, ലേശം വെള്ളാക്കണായി. വെള്ളാക്കി ചാടി പൊത്തണം. ആ ഷീറ്റ് എടുത്തിട്ടാ മതിയാ. നമുക്ക് ഇത്ര കിട്ടി കേട്ടോ, 2 പീസിന് കിട്ടിയത്. അതെ ഇവിടെ കുറെ ഉണ്ടാവും, മീൻ ഉണ്ടാവൂലേ? പോലീസ് വന്നിട്ട് അടിച്ചാ ഇവിടെ വന്നിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. ആ ഭാഗം മൊത്തം അടിച്ചിട്ട് ഈ ഭാഗം മുഴുവൻ ആട് വരുമ്പോൾ എല്ലാ പോലീസുകാരും മൊത്തം അടിയും പിടിയും. പിന്നെ ചില ബാക്കിയുള്ളവർ ഇവിടെ ഒഴുകില്ലേ, നിങ്ങൾ വീട്ടുപാട് മറ്റവനടുത്ത് നിങ്ങൾ തട്ടിയിട്ട് പോവുക മൊത്തം വീശാൻ വേണ്ടിട്ട്. ഇവിടെ അക്കരെ വരെ ജനങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന മഴക്കാലം വരണം കാണണമെങ്കിൽ. മുട്ടിയോ? ഇതാണ് എന്താ ഇത്? കല്ലേമുട്ടിയോ? അത് തുള്ളാളി. അതാണ് തുള്ളാളി. അങ്ങനെ അത് എടുക്കണം, സെറ്റപ്പിൽ ആക്കിയിട്ട് എടുക്കണം. നിങ്ങൾ ജനങ്ങളാണെങ്കിൽ 2 മഴ വെച്ച് വാ. ഇവിടെ പരിവരി നിൽക്കും. ഇവിടെ ഇങ്ങനെ പരിവരി ആയിട്ട് ഇങ്ങനെ ജനങ്ങൾ നിൽക്കും. എന്നിട്ടാണ് നിങ്ങൾ മാറ്റിട്ടാ മറ്റാ വീശുക. ഒരു വല വീശുന്നു. അല്ല, ആൾക്കാർ ഇവിടെ കുളിക്കാൻ വരുന്ന മീൻ പിടിക്കാൻ വരുന്ന? കുളിക്കാനല്ല, മീൻ പിടിക്കാൻ വരുന്നേ. കുളിക്കാൻ വരുന്നുണ്ട്. ഈ വെള്ളം വരില്ല, കുറവായിരിക്കും. വേനൽക്കാലത്തൊക്കെ വരുമല്ലോ ആൾക്കാര്. അല്ലാണ്ട് ചൂണ്ടയിട്ടം കിട്ടില്ല ഇവിടെ വന്നു കഴിയുമ്പോ? കിട്ടും, യോഗണ്ടെങ്കിൽ കിട്ടും. പിന്നെ കലക്ക് വേണം ഇച്ചിരി. കലക്കില്ലെങ്കിൽ കിട്ടുമല്ല. അത് ആടെല്ലെങ്കിൽ പിന്നെ അല്ല, ആ ഭാഗത്ത് അവിടുത്തെ ആൾക്കാർ പിടിക്കുന്നുണ്ട്. ആടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വേണം. എന്തൊട്ടാണ് അതൊട്ടോ ബക്കറ്റ് ആർക്കൊണ്ട് ചാടുന്നു. എന്തിനു ചാട്ടോ അത്? അതാ മുണ്ട് വെച്ച് പൊത്തി പിടിച്ചു. അങ്ങ് പോവാ? നമ്മള് സുരേഷിനപ്പം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. കാരണം നമ്മളത്ര എക്സ്പേർട്ട് ഒന്നും അല്ല, നീന്താനും അറിയാൻ പാടില്ല. അതുകൊണ്ട് വെള്ളത്തിൽ പോയാൽ എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആളൊറ്റയ്ക്കാണ്. കവർ സഞ്ചിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ഒരു ചാകരയായിട്ട് വരും എന്ന് വിശ്വസിക്കുന്നു. അടിപൊളി വ്യൂ ആണ് ഗൈസ്. നല്ല വെള്ളം, നല്ല ചെറിയൊരു വെയില് കണ്ടോ? വളരെ വീശാൻ വേണ്ടി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. കല്ലേമുട്ടിയോ പുല്ലാടിയോ അങ്ങനത്തെ എന്തൊരു മീൻ തന്നെയാണ്.
ചെമ്മീനാണോ വേണ്ടോ? അല്ലാണ് ഈ ഞെട്ടി കൊണ്ട് പിടിക്കാനാ. കയ്യിലെടുത്താ പോലും. അല്ലാണ് അത് തിരിഞ്ഞു കണ്ട് നിൽക്കാണ്ട്. അത് കറുത്തുന്നിട്ടെ ആ പട്ടി കണ്ടു മോനെ കേറിപ്പോനെ 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 അടിയും കൊടുത്തു പാവം നോക്ക് മൂക്കും തോറും ഇത് വരുന്നുണ്ട് ആ അതാ പ്രശ്നം. മോനെ വേണിമ്പാ ഇപ്പൊ കുറിച്ച് മൊത്തം നമ്മൾ കുറച്ചൊന്നൊരു ബ്രേക്കിന് വേണ്ടി വന്നേക്കുവാണ് ഇവിടെ. നമ്മളതാ ഇവിടുത്തെ അടുത്തുള്ള ഷാപ്പിൽ നിന്ന് മേടിച്ച് കുറച്ച് പന്നി, കപ്പ, അതാ പാർപ്പുറത്ത് മുതലൊക്കെ വരാറുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആ മുതലുണ്ടോ? തീർച്ചയായിട്ടും പോകുന്നുണ്ട്. അത് കഴിക്കാതെ തീർന്നു ഒരു കൊല്ലം 6 മാസം മീനെല്ലാം കെട്ടി ധൈര്യമായിട്ട് നമ്മൾ ഉണക്കി എല്ലാം മീനെല്ലാം നന്നാക്കി ധൈര്യമായിട്ട് ഉടച്ച് ഉപ്പും മണഞ്ഞാലും പിരിക്കി അന്ന് രാത്രി നമ്മള് പിന്നെ തീ അടിയിൽ കൂട്ടിയിട്ട് അത് വെക്കും. അത് വെച്ച് കഴിഞ്ഞ് പിറ്റേ രാവിലെ തീ പകലല്ലേ, പകൽ പുക ജനങ്ങൾ ചോദിക്കില്ലേ എന്താ പുക വരുന്നെന്ന്. അപ്പൊ ഓലും വരൂലേ. അപ്പൊ നമ്മൾ നേർപോലെ പുക കെടുത്തി കഴിയും. അപ്പൊ മീൻ ഉണങ്ങാത്ത മീൻ ഉണ്ടാക്കി ഞങ്ങൾ വേൽത്തിട്ട് 3-4 ദിവസം വരെ അത് ഉണക്കിയിട്ട് നേരെ ഒരു കൊട്ടിയുണ്ട് നമ്മള് കൊട്ട, ആ കൊട്ടയിലാക്കിട്ട് അടുത്ത പോലെ എന്തെങ്കിലും പരിപാടിക്കായി മീൻ എടുക്കുള്ളൂ. പിന്നെ പരിപാടി കല്യാണത്തിനോ പെരക്കൂടല് നിങ്ങൾ പെണ്ണുങ്ങൾ പ്രായവൃത്തിയായ കല്യാണം വന്ന കല്യാണത്തിന് പിന്നെ മരിപ്പ് സംഗതി വരുമ്പോ മരിപ്പിന് മീൻ വേണം. അപ്പൊ മീൻ ഇറച്ചും വേണം മരിപ്പിന്. ചത്ത് പോയാൻ പോയി അതല്ല ഞാള് മരിപ്പിറക്കുമ്പോ ഞാള് നിന്ന കാര്യം നീയായി എന്ന കാര്യം ഞാനായി. മുതല കയറി കിടക്കുവാണ്. ഇത് കണ്ടോ, നമ്മൾ നിന്ന സ്ഥലത്തിന്റെ അവിടെ കണ്ടോ ചീങ്കണ്ണി കയറി കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ മുതല കയറി